എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് ആണ്. അതായത് ആരോഗ്യവുമായി ബന്ധപ്പെട്ട കുറച്ച് വാക്കുകൾ നമുക്ക് ഹിന്ദിയിൽ എങ്ങനെ പറയാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എൻ്റെ ഒരു ഫ്രണ്ടാണ്. അവൾ ഇതേപോലെ ഫാർമസിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിലെ ഫാർമസിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം ഹിന്ദിക്കാർ ഒരുപാട് പേര് വന്ന് ഫാർമസിയിൽ നിന്ന് മരുന്ന് മേടിക്കുന്നുണ്ട്. അപ്പോൾ അവരോട് എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ അത്യാവശ്യം വേണ്ട അവൾക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഞാൻ ഓർത്തു എന്തുകൊണ്ട് അതൊരു വീഡിയോ ചെയ്തുകൂടാ. അങ്ങനെ വിചാരിച്ചാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായും വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഏറ്റവും അത്യാവശ്യം ഫാർമസി വന്ന് ചോദിക്കുന്നത് എന്താ? മരുന്ന് അല്ലേ? മരുന്ന്. മരുന്നിനെ ഹിന്ദിയിൽ പറയുന്നത് ദവ. ദവ ദവ അല്ലെങ്കിൽ ദവായി എന്നും പറയാറുണ്ട്. ദവ എന്ന് പറഞ്ഞാൽ മരുന്ന്, മെഡിസിൻ. ഇനി അടുത്തത് മുറിവ്. മുറിവ്. മുറിവിന് എന്താ ഹിന്ദി പറയുന്നത്? ഘാവ്. ഗാവ്. ഓക്കെ, മുറിവ്, ഘാവ്. മുറിവ്, ഗാവ്, വൂണ്ട്. അടുത്തത് ചികിത്സ. ഓക്കെ, ചികിത്സ യാനി ട്രീറ്റ്മെന്റ്. അതിനെ ഹിന്ദി പറയുന്നത് ഉപചാർ. ഉപചാർ. ഓക്കെ, ചികിത്സ, ഉപചാർ, ട്രീറ്റ്മെന്റ്. ഇനി ആസ്മ അല്ലെ, ശ്വാസം മുട്ടൽ പോലെ ആസ്മ അല്ലെ, ആ ഒരു രോഗത്തെ നമ്മൾ ഹിന്ദി പറയുന്നത് ദമ. ദമ. ആസ്മ, ദമ. ഓക്കെ. ഇനി എക്കിള് അല്ല, നമുക്ക് സംസാരിക്കുന്നതിനിടയിൽ എക്കിള് വരാറുണ്ട് അല്ലെ. എക്കിളിനെ ഹിന്ദി പറയുന്നത് ഹിച്കി. ഹിച്കി. ഓക്കെ, ഹിച്കി. ഇതിന് ഇംഗ്ലീഷിൽ ഹിക്കപ്പ്. ഹിക്കപ്പ്. ഓക്കെ, ഒന്നുകൂടി നോക്കാം. മരുന്ന്, ദവ, മെഡിസിൻ. മുറിവ്, ഗാവ്, വൂണ്ട്. ചികിത്സ, ഉപചാർ, ട്രീറ്റ്മെന്റ്. ആസ്മ, ദമ, ആസ്മ. എക്കിൾ, ഹിച്കി, ഹിക്കഫ്. വിശ്രമം. വിശ്രമിക്കണം അല്ലെ, മരുന്ന് കഴിച്ച ശേഷം വിശ്രമിക്കണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ വിശ്രമം എന്ന വാക്കിന് ഹിന്ദിയിൽ പറയുന്നത് ആരാം. ആരാം. വിശ്രമിക്കണം, ആരാം കർണ ഹെ. ഓക്കെ, വിശ്രമം, ആരാം. ഇംഗ്ലീഷിൽ റെസ്റ്റ്. ഇനി ജലദോഷമാണ് അല്ലെ, കോൾഡ് ആണ് നമ്മൾ പറയാറുണ്ട്. അതിനെന്ത് പറയാം? ജുക്കാം. ജുക്കാം. ഓക്കെ, ജലദോഷം, ജുക്കാം, കോൾഡ്. ഇനി ഛർദി അല്ലെ, ഛർദി. അതിനെങ്ങനെ പറയാം? വമൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഉൾട്ടി. ഉൾട്ടി. ഓക്കെ, ഛർദീനെ നമുക്ക് വമൻ അല്ലെങ്കിൽ ഉൾട്ടി എന്ന് പറയാം. വോമിറ്റിംഗ്. ഓക്കെ. ഇനി തലകറക്കം അല്ലെ, തലകറക്കം. അതിനെങ്ങനെ പറയാം? ചക്കർ. ചക്കർ. ഡിസ്നസ്. ഓക്കെ, തലകറക്കം, ചക്കർ, ഡിസ്നസ്. എനിക്ക് തലകറക്കം വരുന്നു എന്നെങ്ങനെ പറയാം? മുझे ചക്കർ ആ രഹി ഹൈ അല്ലെ, ചക്കർ ആ രഹി ഹൈ. ചക്കർ, തലകറക്കം, ഡിസ്നസ്. ഓക്കെ. അടുത്തത് തലവേദന. വേദന എന്നുള്ളതിന് ദർദാണ്, വേദന. തലവേദന, സിർദർദി അല്ലെങ്കിൽ സിർദർദ് എന്നും പറയാറുണ്ട്, സിർദർദി എന്നും പറയാറുണ്ട്. രണ്ടും സെയിം മീനിങ് ആണ്. ഹെഡ് ഏക്ക്. തലവേദന, സിർദർദി, ഹെഡ് ഏക്ക്. ഓക്കെ. അടുത്തത് പനി. പനീനെ ജ്വർ എന്നും പറയാം, ബുഖാർ എന്നും പറയാം. പനി, ജ്വർ, ബുഖാർ, ഫീവർ. എനിക്ക് പനിയാണ് എന്നെങ്ങനെ പറയാം? മുझे ബുഖാർ ഹേ, മുझे ജ്വർ ഹേ അല്ലെ, അങ്ങനെ പറയാവുന്നതാണ്. പനി, ജ്വർ അല്ലെങ്കിൽ ബുഖാർ, ഫീവർ. നെക്സ്റ്റ് പുകവലി. ധൂമ്രപാൻ. ധൂമ്രപാൻ, സ്മോക്കിംഗ്. പുകവലി, ധൂമ്രപാൻ, സ്മോക്കിംഗ്. ഓക്കെ, പുകവലിക്കരുത്. ധൂമ്രപാൻ മനാ ഹേ, നോ സ്മോക്കിംഗ്. അടുത്തത് വായ. വായ. അതിനെ ഹിന്ദിയിൽ പറയുന്നത് മുഹ്. മുഹ് അല്ലെ, മൗത്ത്. വായ, മുഹ്, മൗത്ത്. വായ തുറക്കൂ അല്ലെ, പരിശോധിക്കുന്ന സമയത്ത് ഡോക്ടറൊക്കെ പറയേണ്ട ഒരു വാക്യമാണ്
വായ തുറക്കൂ, അല്ലെ? മൂ ഖോലോ, മൂ ഖോലോ, വായ തുറക്കൂ. അടുത്തത് രക്തം. രക്തം അതിനെന്താ ഹിന്ദി പറയുന്നത്? ഖൂൻ. രക്തം, ഖൂൻ. അടുത്തത് ബാൻഡേജ്, പട്ടി. ബാൻഡേജ്, പട്ടി. ബാൻഡേജിനെ നമ്മൾ ഹിന്ദിയിൽ പട്ടി, ബാൻഡേജ് കെട്ടണം, പട്ടി ബാന്ധ്നി ഹെ എന്ന് പറയാറുണ്ട്. അടുത്തത് പ്രമേഹം, മധുമേഹ. പ്രമേഹം, മധുമേഹ, ടാബ്ലറ്റ്സ്. പ്രമേഹം, മധുമേഹ, ടാബ്ലറ്റ്സ്. അടുത്തത് ഭ്രാന്ത്, അല്ലെ? അതിനെ പാഗൽപൻ. പാഗൽപൻ, ഇൻസാനിറ്റി. ഭ്രാന്ത്, പാഗൽപൻ, ഇൻസാനിറ്റി. അടുത്തത് ആരോഗ്യം. ആരോഗ്യം എന്നുള്ളതിന് സ്വാസ്ഥ്യ. സ്വാസ്ഥ്യ, സ്വാസ്ഥ്യ, ഹെൽത്ത്. ആരോഗ്യം, സ്വാസ്ഥ്യ, ഹെൽത്ത്. അടുത്തത് വയർ. വയർ എന്നുള്ളതിന് പേട്ട്. പേട്ട്, സ്റ്റൊമക്. വയർ, പേട്ട്, സ്റ്റൊമക്. വയറുവേദന എന്ന് പറയാൻ നമുക്ക് പേട്ട് മേ ദർദ് ഹേ എന്ന് പറയാം. വയറ്റിലെ വേദന. പേട്ട് മേ ദർദ്, പേട്ട് യാനി വയർ. അടുത്തത് ഉറക്കം. ഉറക്കം എന്നുള്ളതിന് നീന്ത്. നീന്ത്, സ്ലീപ്പ്. ഉറക്കം, നീന്ത്, സ്ലീപ്പ്. ഉറക്കം എന്നുള്ള വാക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തത് ആരോഗ്യത്തിൽ വളരെ അത്യാവശ്യമാണ് നല്ല ഉറക്കം, അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് ഇതിന്റെ കൂടെ ആ ഒരു വാക്ക് കൂടി ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഉറക്കത്തെ എന്താണ് ഹിന്ദി പറയുന്നത്? നീന്ത്, സ്ലീപ്പ്. ഒന്നുകൂടി വാക്കുകൾ നോക്കാം. പ്രമേഹം, മധുമേഹ്, ടാബ്ലറ്റ്സ്. ഭ്രാന്ത്, പാഗൽപൻ, ഇൻസാനിറ്റി. ആരോഗ്യം, സ്വാസ്ഥ്യ, ഹെൽത്ത്. വയർ, പേട്ട്, സ്റ്റൊമക്. ഉറക്കം, നീന്ത്, സ്ലീപ്പ്. ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത വാക്കുകൾ നോക്കാം. രക്തസമ്മർദ്ദം. രക്തസമ്മർദ്ദം അതായത് നമ്മുടെ ബ്ലഡ് പ്രഷർ. ഇതിനെ ഹിന്ദി പറയുന്നത് രക്തചാപ്. രക്തചാപ്. രക്തസമ്മർദ്ദം, രക്തചാപ്, ബ്ലഡ് പ്രഷർ. ഓക്കെ. അടുത്ത ചുമ, ഖാസി. ഖാസി, കഫ്. ചുമ, ഖാസി, കഫ്. മുझे ഖാസി ആ रही है. मुझे ഖാസി ആ रही है. എനിക്ക് ചുമ വരുന്നു. मुझे ഖാസി ആ रही है. ഖാസി മീൻസ് ചുമ, കഫ്. അടുത്ത രോഗം. രോഗം എന്നുള്ളതിന് ബീമാരി, ഡിസീസ്. രോഗം, ബീമാരി, ഡിസീസ്. ഇനി രോഗി എന്നാണെങ്കിലോ, അതായത് രോഗമുള്ള ആൾ, രോഗി. ബീമാർ, ബീമാർ, പേഷ്യന്റ്. ഓക്കെ, ചെറിയ വ്യത്യാസമുള്ളൂ. രോഗം, ബീമാരി, ഡിസീസ്. രോഗി, ബീമാർ, പേഷ്യന്റ്. ബീമാർ, പേഷ്യന്റ്. അടുത്തത് എല്ല്. എല്ല് അതിന് നമ്മൾ ഹഡ്ഡി. ഹഡ്ഡി, ബോൺ. എല്ല്, ഹഡ്ഡി, ബോൺ. അടുത്തത് വിയർപ്പ്, പസീന, സ്വെറ്റ്. വിയർപ്പ്, പസീന, സ്വെറ്റ്. അടുത്തത് വേദന. നമ്മൾ നേരത്തെ സിർദർദ് പറയുമ്പോൾ പറഞ്ഞു വേദന എന്നുള്ളതിന് ഹിന്ദിയിൽ ദർദ് എന്നാണ് പറയുന്നത്. ദർദ്, പെയിൻ. വേദന, ദർദ്, പെയിൻ. എനിക്ക് തലവേദനയുണ്ട്, മുझे സിർ ദർദ് ഹെ. അല്ലെങ്കിൽ എനിക്ക് വയറ്റിലെ വേദനയുണ്ട്, പേട്ട് മേ ദർദ് ഹെ. കഴുത്ത് വേദനയുണ്ട്. കഴുത്താണ് നമ്മൾ അടുത്ത് പഠിക്കുന്നത്. കഴുത്ത്, ഗല, നെക്ക്. കഴുത്ത്, ഗല, നെക്ക്. മുझे ഗലെ മേ ദർദ് ഹെ. മുझे ഗലെ മേ ദർദ് ഹെ. എനിക്ക് കഴുത്തില് പെയിൻ ഉണ്ട്. ഓക്കെ. അടുത്ത നെഞ്ചുവേദന. നെഞ്ച്, അല്ലെ? നെഞ്ചുവേദന എന്നുള്ളതിന് നെഞ്ചിനെ നമ്മൾ സീനെ എന്ന് പറയും. സീന മീൻസ് നെഞ്ച്. നെഞ്ചിലെ വേദനയാണ്. അപ്പോ സീനെ മേ ദർദ്. സീനെ മേ ദർദ്, ഹാർട്ട് പെയിൻ. ഓക്കെ. നെഞ്ചുവേദന, സീനെ മേ ദർദ്, ഹാർട്ട് പെയിൻ. ഗർഭപാത്രം മീൻസ് ഗർഭാശയ്. ഗർഭാശയ്, യൂട്രസ്. ഗർഭാശയ്, യൂട്രസ്. അടുത്തത് ഞരമ്പ്, നമ്മുടെ വെയിൻ, അല്ലെ? നെർവ്. അതിനെ നസ് എന്നാണ് പറയുന്നത്. ഞരമ്പ്, നസ്, നെർവ്. ഞരമ്പ്, നസ്, നെർവ്. ഓക്കെ. ഒന്നുകൂടി നോക്കാം. വേദന, ദർദ്, പെയിൻ. കഴുത്ത്, ഗല, നെക്ക്. നെഞ്ചുവേദന, സീനെ മേ ദർദ്, ഹാർട്ട് പെയിൻ. ഗർഭപാത്രം, ഗർഭാശയ്,
യൂട്രസ്, ഞരമ്പ്, നസ്, നെർവ്. അപ്പം ഇത്രയും വാക്കുകളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പം ഇത്രയും വാക്കുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഉറപ്പായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായി സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇതുപോലുള്ള യൂസ്ഫുൾ കണ്ടന്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.